ഇത് ഇ ഓഫീസ് അപ്ഗ്രഡേഷൻ വന്നപ്പോൾ കുറച്ച് അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനത് പറയാൻ വിട്ടുപോയി. ആദ്യം നമ്മൾ അക്കോപ്സിലാണ്. ഡിസ്പെൻസറിക്കാരെല്ലാം കയറുമ്പോൾ ഡയറക്റ്റായിട്ട് evpn.kerala.gov.in കയറരുത്. അക്കോപ്സ് വഴി മാത്രമേ കയറാവുള്ളൂ. അക്കോപ്സിൽ കയറിയതിന് ശേഷം ഇ ഓഫീസ് ലേബർ എടുക്കണം. ഇ ഓഫീസ് ലേബർ എടുത്ത് പരിചയിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരിചയിൽ വേറെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ചിലപ്പോൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. ഞാൻ നേരത്തെ ഇതിൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് രജിസ്ട്രേഷൻ്റെ എല്ലാം ഓക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി 2 കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസറിലെ ക്യാഷ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ബ്രൗസറിലെ ക്യാഷ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗസറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഈ 3 വര കാണുന്നുണ്ടല്ലോ. ഈ ഓപ്പൺ ആപ്ലിക്കേഷൻ മെനു എന്ന് പറഞ്ഞ 3 വരയുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സെറ്റിങ്സ് എടുക്കുക. എന്നിട്ട് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി സെലക്ട് ചെയ്യുക. കുക്കീസ് ആൻഡ് സൈറ്റ് ഡേറ്റ എടുത്തിട്ട് ക്ലിയർ ഡേറ്റ പറയുക. എന്നിട്ട് ക്ലിയർ നൗ പറയുക. ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നെ ചില സമയങ്ങളിൽ ഇ ഓഫീസിൽ നമുക്ക് കിട്ടാതെ വരികയും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ക്യാഷ് ക്ലിയർ ചെയ്താൽ പരിഹരിക്കുന്നതാണ്. അതുകൊണ്ട് ക്യാഷ് ക്ലിയർ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഒരിക്കൽ കൂടി കാണിക്കാം. ഈ 3 ലൈൻ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് എടുക്കുക. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എടുക്കുക. ക്ലിയർ ഡേറ്റ പറയുക. ക്ലിയർ നൗ പറയുക. ഇതാണ് ക്യാഷ് ക്ലിയർ ചെയ്യേണ്ടത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിസ്പെൻസറിയിലെ ഡോക്ടേഴ്സ് എല്ലാം ഇ സൈൻ ചെയ്യുന്നത് പിന്നെ ആധാർ വെച്ചിട്ടാണല്ലോ. അപ്പോൾ ആധാർ വെച്ചിട്ട് ഇ സൈൻ ചെയ്യുന്നതിന് മുന്നേ ഒരു രജിസ്ട്രേഷൻ കൂടി ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. ഈ ഓഫീസ് ലോഗിനിൽ കയറുകയാണ് ഞാൻ. കൺസെൻറ്റ് പറഞ്ഞു. നെക്സ്റ്റ് പറഞ്ഞു. ഇതിൽ ഈ ഫയൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ഫയൽ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലുള്ള കണ്ടൻറ്റുകളെല്ലാം കിട്ടുന്നത്. അതിൽ ഇ സൈൻ ചെയ്യുന്നതിന് മുന്നേ ഒരു രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ താഴെയായിട്ട് രജിസ്റ്റർ ഫോർ സൈനിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് തൊട്ട് താഴെയായിട്ട് ഇ സൈൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഇ സൈൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ഇ സൈൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ രജിസ്റ്റർ ഇ സൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ബട്ടൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിൽ 2 ഓപ്ഷനും ഇവിടെ കൺസെൻറ്റ് UID ടോക്കണിൻ്റെയും കൺസെൻറ്റ് ഓതൻറ്റിക്കേഷൻ്റെയും രണ്ടും ഈ 2 ചെക്ക് ബോക്സും ക്ലിക്ക് ചെയ്യുക. ഓക്കെ ബട്ടൺ പറയുക. അത് കഴിഞ്ഞതിന് ശേഷം ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ എൻ്റെ ആധാർ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആധാർ ഗെറ്റ് OTP പറയുന്നു. ആധാർ OTP കൊടുക്കുകയാണ്. 527. അത് കഴിഞ്ഞ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഇത് ഇത്രയും ചെയ്തതിന് ശേഷം മാത്രമേ ഇനി ആധാർ വഴി ഇ സൈൻ ചെയ്യാനായിട്ട് നമ്മുടെ ഓഫീസേഴ്സിന് പറ്റത്തുള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലൊരു ഓപ്ഷൻ വരും. ഇ സൈൻ ഇതേപോലൊരു ഓപ്ഷൻ വരും. ഈ ഓപ്ഷൻ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ ഇല്ല. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇത് രജിസ്റ്റർ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം. നമ്മുടെ ഇ ഓഫീസിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള
ഓപ്ഷൻസിൽ രജിസ്റ്റർ ഫോർ സൈനിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ താഴെ ഇ സൈൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. ഇപ്പോൾ ഞാനിതിൽ എൻ്റെത് രജിസ്റ്റർ ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ എനിക്കത് കാണാൻ കഴിയാത്തത്. ഇതിൻ്റെ മുകളിൽ റൈറ്റ് സൈഡ് ഈ കഴ്സർ വെച്ചേക്കുന്നതിൻ്റെ ഈ ഭാഗത്തായിട്ട് രജിസ്റ്റർ ഇ സൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഉള്ളത്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം 2 ബോക്സ് ടിക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്യാം. അപ്പോൾ ഇതും കൂടെ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് DSC ഇ സൈൻ വഴി സൈൻ ചെയ്യുന്നവർക്ക് സൈൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ.